ഹായ് ഗായ്സ്, നമ്മളിന്ന് ഒരു ചെറിയ സ്ഥലം വരെ പോവാണിന്ന്. എന്ന് വെച്ചാൽ ജില്ല മാറി കയറാൻ പോവാണ്. അപ്പോൾ രാവിലെ ഇറങ്ങണമെന്നതിന് പ്ലാന്, പക്ഷേ ഉറക്കം തന്നെ പ്രശ്നം. അങ്ങനെ ഞങ്ങൾ ലേശം നേരം ഉറങ്ങിപ്പോയി. ശരിക്കും നമ്മൾ ഈ സമയത്ത് അവിടെ എത്തണമായിരുന്നു. സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും മുതലാവിയിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എത്തിയില്ല. പക്ഷേ ഇവിടെ തന്നെ ഉണ്ട് ഫുള്ള് കോട തന്നെ, ഫുള്ള് കോട. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഉള്ളത്. ഏതൊരു പോയിവിട് എൻ്റെ അല്ല, നമുക്ക് അറിയുന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ എത്തിയില്ല. നമ്മളതാ ഒരാൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് റോട്ടുമ്മൽ. അവിടെ വന്നിട്ട് നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോവാണ്. ചെറിയൊരു കൂതര, ബ്രസീലിൽ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ നമ്മളെ കേരളത്തിലുണ്ട് അതിൻ്റെ ഒരു മിനിയേച്ചർ. എന്താണെന്ന് കമൻ്റ് ചെയ്യും, നമുക്ക് അടുത്തിട്ട് കാണാം. ഫുള്ള് കോട, ഒന്നും കാണില്ല, കോട മാത്രം. നിങ്ങൾ ക്യാമറ കണ്ടുകളിൽ നിരീക്ഷണത്തിലാണ്. പണിക്ക് പോകുന്നു പട്ടി രാവിലെ തന്നെ അഴിഞ്ഞോയോ? ബസ്സിന്റെ വീട്ടിൽ നായുണ്ട്, ഭയങ്കര എന്നിട്ടിപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കേണ്ടി വരും. എന്താ വീഡിയോ വരാത്ത? പണിയില്ല, രാവിലെ 6 മണിക്ക് പണി എടോ. അതിന്റെ ടയറില്ല, പഠിത്തന്നെ പോയി. ഓ ഗായ്സ്, 2 മണിയാണ്. ഓ ഗായ്സ്, ഇതാണ് ഞങ്ങളെ സുന്ദരമായ മുക്കം. മിനി കോഴിക്കോടല്ല, മിനി ഗോവ. മിനി ഗോവയല്ല, കിട്ടില്ല മുക്കം. കോടയിൽ നിറഞ്ഞു കിടക്കുന്ന മുക്കം. അങ്ങനെ ടാങ്കൊക്കെ ഫുള്ളാക്കി നമുക്കിനി ഇവിടുന്ന് കറക്റ്റ് ഒരു 28 കിലോമീറ്റർ പോകണം. 28 കിലോമീറ്റർ. നല്ല അടിപൊളി റോഡ് കൂടി, ഫുള്ള് കോട മൂടി. നമ്മളങ്ങനെ വണ്ടി ഇവിടം വരെ പോവത്തുള്ള. എവിടെ നിർത്തുന്നത്? അങ്ങനെ നമ്മളൊരു കിടിലൻ സ്പോട്ടിലേക്ക് വന്നിരിക്കുന്നു, വെള്ളച്ചാട്ടം. നമുക്ക് തന്നെ ഇതാ ഈ റോട്ടിൽ കൂടി ഇങ്ങനെ മുന്നോട്ടേക്ക് കയറി പോണം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ഇവിടെ എത്തി. ഇവിടം വരെ വഴിയുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മളിനി കയറി പോകണം. അപ്പോൾ കുറച്ച് ആൾക്കെങ്കിലും ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബാക്കിയല്ലാത്തവർക്ക്, മനസ്സിലാവാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. മുകളിലെത്തിയിട്ട് നമുക്ക് ഒരു ചെറിയ മാജിക് ഉണ്ട്.
ഞങ്ങളത് വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ട് കയറുമ്പോൾ പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പ്രശ്നമല്ല, നമ്മൾ മുകളിൽ കയറിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുക. വീടുകളൊക്കെ ഉണ്ട്, ഇതിലെ തന്നെ ഏറ്റവും വഴി കയറി നോക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് പണി കിട്ടി, ലൊക്കേഷൻ മാറിപ്പോയി. ഇങ്ങോട്ടല്ല വരുന്നുണ്ട്, ഈ വേറെ സ്ഥലത്തേക്കാണ്. ഇങ്ങോട്ട് തന്നെയാണ് സ്ഥലം, ഇങ്ങോട്ടാണ്. പക്ഷേ നമ്മളെ വ്യൂ പോയിൻ്റ് ഇവിടെ അല്ല, വ്യൂ പോയിൻ്റ് തൊട്ടിപ്പുറത്തുള്ള. പക്ഷേ ലൊക്കേഷൻ കിട്ടിയത് ഇവിടെയാണ്. അപ്പോൾ ആരും ഇങ്ങോട്ട് വരികയാണെങ്കിലും ലൊക്കേഷൻ നോക്കി വരരുത്. എങ്ങോട്ടാണെന്നല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം, മുകളിലെത്തട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പത്തെന്ന് പറഞ്ഞ് നിന്നിരുന്നു, പക്ഷെ കിട്ടിയില്ല, ലൊക്കേഷൻ കിട്ടിയില്ല. പക്ഷേ ലൊക്കേഷൻ മാറി. പക്ഷേ ഗൂഗിൾ മാപ്പ് ചതിച്ചു. ഇതിലെ പോവുകയാണെങ്കിൽ കൊടുങ്കാടാണെന്നാണ് ഒരു ചേട്ടൻ പറഞ്ഞത്. കൊടുങ്കാട് ശരിക്കും നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് സെറ്റാവിയിരുന്നു. പക്ഷെ ഇവിടെ ഫുള്ള് വണ്ടികളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ മുകളോട്ടേക്ക് വീടുകളുണ്ടാവും, അതുകൊണ്ടായിരിക്കും വണ്ടി ഇവിടെ നിർത്തി വെച്ച് പോയത്. അത് പ്രശ്നമല്ല. നമ്മളിപ്പോൾ ഞങ്ങൾ ആ റോഡ് കണ്ടതാ, പക്ഷേ ഞങ്ങൾ എന്താക്കി ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് വന്ന് മുമ്പിൽ പോയി. ഒന്നുമില്ല, തൊട്ടപ്പുറത്ത് ഒരു താഴത്തേക്ക് റോഡ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. മുകളിൽ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുകളിൽ ഫുള്ള് കാടാന്നാണ് പറഞ്ഞത്. പോയി നോക്കാം. ഓ ഗായ്സ്, അയാൾ നമ്മളെ വിട്ടത് വേറൊരു സ്ഥലത്തേക്കാണ്. ഇതിലാണ് യഥാർത്ഥ റോഡ്. ഇവിടുത്തെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ റോഡ് കടന്നാ പോയെ. ഞങ്ങൾ പറഞ്ഞ ഈ റോഡല്ല, അപ്പുറത്തെ റോഡാണ്. വിഷയമല്ല, നമ്മൾ എത്തിയുണ്ട്. ഇവിടെ നമുക്ക് ട്രക്ക് ചെയ്ത് മുകളോട് കയറി പോകണം. കാറൊക്കെ ഇവിടം വരെയുള്ളൂ, ബൈക്ക് നമുക്ക് ഇങ്ങനെ പോവാം മുകളോട്ടേക്ക്. പോട്ടെ ഒരു ഓഫ് റോഡ് ജീപ്പൊക്കെ ഉണ്ട്. ജീപ്പ് കൊണ്ടൊക്കെ ഇങ്ങനെ മുകളോട് കയറിയിട്ട് പോവുക. പിന്നെ നടക്കാൻ ഇഷ്ടമുള്ളവരാണ് വണ്ടി താഴത്ത് വെക്കുക, നടക്കുക. നമുക്ക് പിന്നെ നടക്കാൻ അത്ര ലൈക്കില്ല. നമ്മൾ മുകളിൽ വരെ വണ്ടി ഊമ്പി ഇവിടം വരെ വണ്ടി പോകുന്നതാണ് ഒരു വിശ്വാസം. ഞങ്ങളിങ്ങനെ സക്സസ്ഫുള്ളി ആയി ഞങ്ങൾ കയറി. റോഡുണ്ടാകും, ഫുള്ള് ക്രൗഡാണ്, ഫുള്ള് തിരക്ക് എന്ന് പറഞ്ഞാൽ ഫുള്ള് തിരക്ക്, ഫുള്ള് ആൾക്കാർ. ഇടയ്ക്കോ ഉണ്ട് വണ്ടി മൂടൊക്കെ. ജീപ്പ് സർവീസ് ഉണ്ട് ഗായ്, ജീപ്പ് സർവീസ്. താഴത്തുനിന്ന് നമുക്ക് മുകളിലേക്ക് ജീപ്പിലൊക്കെ എത്തിച്ചേരും. ഇതിലൊക്കെ എന്നാൽ സീന് മൂടായിരിക്കും. അങ്ങനെ ഒരു പകുതി വരെ നടന്നെത്തി. ഓ ഗായ്സ്, നമ്മളെത്താൻ ലേശം നേരം വൈകിപ്പോയി. മഞ്ഞൊക്കെ പോയടായില്ലോ. സൂര്യേട്ടൻ വന്നുകൊണ്ട് വിഷയമാണ്. സൂര്യേട്ടൻ വന്ന് എല്ലാത്തിനെയും കൊണ്ടുപോയി. എത്രയും പെട്ടെന്ന് മുകളിലെത്തണം. ശരിക്കും നമുക്ക് ഇങ്ങോട്ടൊക്കെ വണ്ടി എടുത്ത് വരായിരുന്നു. പക്ഷേ റോഡ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷെ പുറകത്തെ വ്യൂ, അതിനാണ് പൈസ. കണ്ടോ, ബെഡ് മറ്റേ സാധനം ക്ലൗഡ് ബെഡോ ആ സാധനമാണ്. നമ്മളിതാ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു എത്ര നടക്കാനുള്ളതെന്ന് അറിയില്ല. മുകളിലെത്തി നമ്മളെന്തായാലും. നമ്മൾ കാണാൻ വന്ന സാധനം ഇതല്ല, ഇത് നമുക്ക് പിന്നെ ഭാഗ്യ കിട്ടി എന്നുള്ളൊരു ഇതാണ് പിന്നെ പുറകെ കാണുന്നത്. ഇത് കുറേ ഉണ്ടായിരുന്നു. ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ കയറിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. തൊട്ടതാ ആ കാണുന്ന മലേൻ്റെ മുകളിലേക്ക് ഞങ്ങൾ ആദ്യം കയറി. പക്ഷേ അവിടെ ഫുള്ള് കയറി എത്താൻ പറ്റിയില്ല. അതിൻ്റെ പകുതി കയറിയപ്പോഴാണ് ഒരാളൊന്ന് പറഞ്ഞ്
എങ്ങോട്ടാ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു നിങ്ങളിങ്ങനെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ പറഞ്ഞു ഇതിലെ പോയിട്ട് കാര്യമില്ല മക്കളെ, ഫുള്ള് കാടാണ്, നിങ്ങൾക്ക് വഴി അറിയില്ല, ഇടയിലൊക്കെ വെട്ടു, അതുകൊണ്ട് താഴത്തു കൂടി ഇറങ്ങിയിട്ട് അപ്പുറത്തെ വഴി കൂടി കയറി പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ആയിക്കോട്ടെ, പ്രശ്നമല്ല. ശരിക്കും അവിടെ നമുക്കൊരു വീഡിയോ എടുക്കുകയായിരുന്നു കുറച്ചുകൂടി മുകളിൽ കയറിയിട്ട്. അപ്പോൾ ഇവിടെ ഫുള്ള് കണ്ടോ ഫുള്ളുണ്ടായിരുന്നു. ഇപ്പം കുറേ പോയി പക്ഷേ കുഴപ്പമില്ല. ഇവിടുന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം കണ്ടില്ലേ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് ഞങ്ങൾ കയറിയതാ ഈ മലയല്ല ഇപ്പുറത്തെ മലയല്ലേ, അതിൻ്റെ എങ്ങനെയാണ് കയറി. ഏകദേശം ആ ഒരു ലെവലിലെത്തിയപ്പോഴാണ് ആളെ ഞങ്ങളോട് പറഞ്ഞേ, ആ ലെവലല്ല അതിൻ്റെ താഴത്താട്ടോ ആ മല കയറി. പക്ഷേ അപ്പോഴാണ് പറഞ്ഞേ ഇല്ല വഴിയില്ല. വഴിയുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ കയറിയാൽ ഇന്ന് നടത്തൂല, ഭയങ്കര ഫോറസ്റ്റാണ്, ആനയുണ്ട്, പുലിയുണ്ട്, കടുവുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ പിടിപ്പിച്ച് ഞങ്ങൾ പറഞ്ഞിട്ട് പ്രശ്നമല്ല. നമ്മളിതാ ഇങ്ങനെ നടന്ന് നമ്മളെത്തി. പക്ഷെ ഇവിടെയൊക്കെ വണ്ടി കയറും കേട്ടോ. നിങ്ങൾ അഥവാ വരികയാണെങ്കിൽ വണ്ടി കൊണ്ടുവന്നോ, എവിടെയൊക്കെ വേണം വണ്ടി നിർത്തിയിടുക, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ഇപ്പം നല്ലൊരു കാലാവസ്ഥയാണ്. അങ്ങനെ ഈ ട്രിപ്പ് പോകാനും ട്രക്ക് ചെയ്യാനൊക്കെ പറ്റിയൊരു കാലാവസ്ഥ. അപ്പോൾ ഫുള്ള് കോടയും മഞ്ഞൊക്കെ ആയിട്ട് വയനാടൊക്കെ ഇപ്പം കയറുകയാണെങ്കിൽ സെറ്റായി. വയനാട് ഇപ്പോൾ എവിടെ പോയാലും കോടയാണ്. അപ്പോൾ നമ്മൾ മുകളിലെത്തിയിട്ട് ബാക്കി പറയാം. മഞ്ഞ് നമുക്ക് വരുന്നപ്പോൾ കുറഞ്ഞു പോയി, അത് മാത്രമേ ഇപ്പോൾ ഇതുള്ളൂ. ഞങ്ങൾ എത്താനും ലേശം വൈകിപ്പോയി, പക്ഷെ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം ഉണ്ട് കാണാനല്ലേ. ആ മലേനെ മോളെ കയറിയാൽ സെറ്റാവിയിരുന്നു, പക്ഷെ കയറാൻ വഴിയില്ല, ഇങ്ങോട്ട് തന്നെ പോവാ. റോഡൊക്കെ അടിപൊളിയാണ്, കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വണ്ടികളൊക്കെ മുകളിൽ വരെ കയറി പോകുന്നു. ഏറെക്കുറെ മുകളിലെത്തി. ഓക്കെ, മുകളിൽ കടയൊക്കെ ഉണ്ട്, എന്താ വെച്ചാൽ വെള്ളം കുടിക്കണം. അപ്പോൾ ഓടി കയറിയിട്ടേ വരണ്ടേ. ഓക്കെ ഗൈസ്, നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പെടൂല. വെള്ളത്തിന് ദാഹിച്ചോ അല്ലെങ്കിൽ ഫുഡ് കിട്ടാണ്ട് ഒന്നും എവിടെ തിരിഞ്ഞാലും കടയാണ്, അതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല. നമ്മൾ മുകളിലെത്തിന്ന് തോന്നുന്നു, വ്യൂ പോയിന്റിലേക്ക് എത്തിയില്ല, പക്ഷെ ഇത്രേ ഉള്ളൂ. നോക്കട്ടെ എവിടെയാണോ നമുക്ക് നോക്കാം. നമ്മളങ്ങനെ വ്യൂ പോയിന്റിലെത്തിയിരിക്കുന്നു. നമ്മളപ്പോൾ എന്താ പറയുക, ഫുള്ള് ആൾക്കാർ എന്ത് പറയാനാ, അതുകൊണ്ട് നമുക്കൊരു പ്രൈവസി കിട്ടുന്നില്ല സംസാരിക്കാനേ. പക്ഷെ നല്ല നമ്മൾ കയറി നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ലേ, മലപ്പുറത്ത് ഇടവണ്ണയുള്ള ആമസോൺ വ്യൂ പോയിന്റിലേക്കാണ് വന്നത്. പക്ഷേ കിട്ടില്ല സ്ഥലം, ഒന്നും പറയാനില്ല, ഫുള്ള് ആൾക്കാർ. എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഫുള്ള് റബ്ബർ തോട്ടം, കാടും. കയറിപ്പോകുന്ന വഴിയൊക്കെ നമ്മളിപ്പോൾ അതേപോലെ തന്നെ ഇവിടുത്തെ ചായക്കട ഉണ്ട്. എൻ്റെ അമ്മക്ക് കോഴിക്കോട് സിറ്റിയിൽ പോലും ഇത്രയും കച്ചവടം ഉണ്ടാവില്ല ഒക്കെ ചായക്കടയ്ക്ക്. ഈ റബ്ബർ തോട്ടത്തിൻ്റെ നടുവിൽ ഒരു ചായക്കട, ചൂട് ചായ, ആടെ ഇല്ലാത്ത കടിയില്ല. അപ്പം അങ്ങനെയാണ് നമ്മളിനി മുകളോട്ട് കയറിപ്പോവും. ഒരു മിനി കൊടൈക്കനാലിലെത്തിയവരൊക്കെ അതേപോലെ തന്നെയുള്ള വഴികളും കാര്യമൊക്കെയായിട്ട് നമ്മൾ മുകളിലെത്തിയിട്ട് ആ ഒരു വ്യൂ കാണാം. ഇപ്പോഴൊരു ഇഞ്ഞൊരു ഇത് കിട്ടിയത്, പ്രൈവസി. ഫുൾ ആൾക്കാരുടെ, ഞാനിത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചൊരു 10 ആളൊക്കെ ഉണ്ടാവും. ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലമല്ല, തേനുമാത്ര ആൾക്കാർ. ആയിരിക്കും ബ്ലോഗാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇച്ചിരി മിനി ബ്ലോഗ്. അപ്പോൾ അങ്ങനെയാണ്. ഇനി നമ്മൾ വരുന്ന പോലെ നേരത്തെ വരരുത്, ഫുള്ള് തിരക്ക്.
നമുക്കൊരു പ്രൈവസി ഇല്ല. നമുക്ക് വരുന്നവർ ഇനി ഉച്ചയ്ക്കൊക്കെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഉണ്ടാവില്ല. പക്ഷെ ഇത്രയും വ്യൂ ഒന്നും കിട്ടൂല. നല്ല വെയിലേക്കും ഫുള്ളാണ്. പിന്നെ ഓൻ്റെ മോനെ മേഘം നമ്മൾ മുകളിലോട്ടല്ലേ നോക്കിയുള്ളൂ. ഇവിടെ നിന്നാൽ താഴത്തേക്ക് നോക്കാം നമുക്ക്. മേഘത്തിന് ചെറിയൊരു കോറി കാണുന്നില്ല നിങ്ങളവിടെ? കിട്ടില്ല കോറിയാണല്ലോ. ഒരു പാറ തുറന്ന് പോവുക. നടക്കാം മുകളിലോട്ടേക്ക്. ഇനി നമ്മൾ മുകളിലോട്ട് കയറാണ്ട് നമ്മൾ മുകളിലെത്തും. നമ്മളിന്ന് അങ്ങനെ നമ്മൾ ഒരു കുന്നിൻ്റെ പകുതി കയറിക്കൊണ്ട് ഫുള്ളും പാറയാണ്. പക്ഷേ അയ്യോ നല്ല തണുപ്പായിക്കെന്ന് വെച്ച് ജാക്കറ്റൊക്കെ എടുത്ത് വന്നോ. വെയിലടിച്ച് എടുത്ത് കുളിച്ച് വെച്ച് ചൂടെടുത്ത് വെയിലടിച്ച് നമ്മൾ കയറിപ്പോകാനുള്ള വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായൊരു വഴികളിലൂടെയാണ്. കാണിച്ചു തരാം. കണ്ടോ ഫുള്ള് കാടല്ല ഇതൊക്കെ. ഫുള്ള് മുളയുണ്ടല്ലോ. ദിസ് ബാംബു അതാണ്. പക്ഷേ നമ്മൾ മുകളിലെത്തിയിട്ട് കാണിച്ചു തരാം. ബാക്കി ഫുൾ ആളാടെ ഒന്ന് വർത്തമാനം പറയാൻ ഒരു മൂഡ് കിട്ടുന്നില്ല. ഫുൾ ആളാണ്. എവിടെ നോക്കിയാലും ആൾക്കാർ നമ്മുടെ മുഖത്തേക്ക് നോക്കുക. എന്നിട്ടൊരു ബ്ലോഗാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു 1 million സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് ചെറിയൊരു ബ്ലോഗാണ്. ബ്ലോഗുണ്ട്. ഓ ഗൈസ് നമ്മൾ കയറി എവിടെയൊന്ന് എത്തിയിട്ടുണ്ട്. എടേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിരിക്കൂ. ഒരു രക്ഷയല്ല ഇതിൻ്റെ മുകളിൽ കയറിയെത്തണമെങ്കിൽ. നമ്മൾ വെള്ളം വാങ്ങിയാൽ മതി. ഇനി എവിടെ പോയാലും നമുക്കൊരു മണ്ടത്തരം പറ്റും. വെള്ളം വാങ്ങാൻ മറന്നു ദാഹിച്ചിട്ടുന്നൂടാ. അങ്ങനെ നമ്മൾ കഷ്ടപ്പാടിൻ്റെ ഒടുവിൽ വ്യൂ പോയിന്റിലെത്തി. ഇവിടെ ഫുള്ള് തിരക്കാം. നമുക്കുള്ളൊരു ഗ്യാപ്പില്ലാന്ന് തോന്നുന്നു. ഓ മാൻ, എടേ തീ പാറുന്ന സ്ഥലം. തീ പാറും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വേർത്ത് കുളിച്ച് ചൂടരുത് ഒരു രക്ഷയില്ല. പക്ഷെ താഴത്തൊക്കെ നല്ല തണുപ്പ്. മുകളിലെത്തുന്നതോറും ചൂടിങ്ങനെ കൂടി വരിക. കിടിലം പ്ലേസ് എന്നല്ല, കിടിലം പ്ലേസ്. അവിടെ എന്താ പറയാൻ പറ്റാത്തത് തന്നെ ഫുള്ള് ആളാണ്. അവിടെ നമുക്ക് കാലുത്താനുള്ള സ്ഥലമല്ല. നമ്മൾ കുറച്ചുകൂടി മുകളിലോട്ട് കയറിയിട്ട് ഞമ്മക്കായിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കുക. എന്നാലേ നമുക്കൊരു സമാധാനം ഉണ്ടാവും. അങ്ങനെ നമ്മൾ പിന്നെയും കയറാണ്. മുകളിലെത്തുന്നു. മുകളിൽ ടോപ്പിലെത്തിയിട്ട് ഇവിടെ ഒരു പാറുണ്ട്. ഓ ഷിറ്റ്, ഇവിടുന്ന് വ്യൂ ഇല്ല. ഈ മരം മുറിച്ചാൽ കറക്റ്റ് വ്യൂ അവിടുന്ന് കാണിച്ചു തരാം. കറക്റ്റ് മരത്തിൻ്റെ മറുവിലായിപ്പോയി. പക്ഷേ ഇവിടെ കിട്ടില്ലനാണ്. ആൾക്കാരൊക്കെ ഇറങ്ങി പോവുക. നമ്മൾ ലാസ്റ്റ് ഇറങ്ങാം. ഇവിടെ ലാസ്റ്റ് എന്നുള്ളൊരു വാക്കില്ലാന്ന് തോന്നുന്നു. ഇവിടെ ആൾക്കാർ ഇങ്ങനെ വന്നും പോയി ഇങ്ങനെ നിൽക്കും. മാത്രമല്ല എവിടെ നിൽക്കുകയോ ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ നേരത്തെ ഒരു ഹിന്ദിയൊക്കെ വർത്താനം, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഒക്കെ വർത്താനം പറയുന്ന ടീം അതായതുള്ളത്. ടൂറിസ്റ്റായി വന്നേക്കും.
പക്ഷേ ഇവിടെ നമ്മൾ ഇങ്ങനെ കയറി വന്ന് ഇവിടെ ഇത് കാണണമെന്ന് പറയുന്നത് സൺലൈറ്റ്. കർത്താവേ ഇതാ സൂര്യൻ എന്നുള്ളി എന്ന് പറഞ്ഞാൽ അടിപൊളി സൺലൈറ്റും കാര്യങ്ങളും. ഞങ്ങൾക്ക് ലേശം പാളിപ്പോയി. ഉച്ചയ്ക്ക് വരണേ, ഉച്ചയ്ക്കൊന്നും ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. പക്ഷെ ഉച്ചയ്ക്ക് വന്നിട്ട് ഇവിടെ കാര്യമില്ല. ഇവിടെ അങ്ങനെ വെയിലിൻ്റെ ഒരു പ്രശ്നമില്ല. ഇവിടെ ഫുള്ള് മരങ്ങളും കാടും മുളയും ഒക്കെ ആയിട്ട് സെറ്റപ്പ് സ്ഥലമാണ്. ഒന്നുമില്ല നമ്മളെ നാട്ടിൽ നിന്ന്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ടാവും ഇങ്ങോട്ടേക്ക്. അതേപോലെ ഇതൊക്കെ വന്ന് കാണണം. ഇതൊക്കെ ഇനിയിപ്പോൾ എന്ന് കാണാനാണ് നിങ്ങൾ ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് കാണുന്നത്? നമുക്ക് ഒരു മഴക്കാലത്ത് വരണം. ഞാനിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇനി കുറേ രാവിലെ മഴ പെയ്യണേ. മഴ പെയ്താൽ നമ്മൾ ഈ കാണുന്ന സ്ഥലമല്ല, സ്ഥലം നമുക്ക് മാറിപ്പോവും. ഇങ്ങനെ ഈ കറക്റ്റ് ആമസോൺ നദി പോലെ തന്നെ എന്ന് വെച്ചാൽ കറക്റ്റ് ഒരു 100% ഒന്നുമില്ല, 50% ഒപ്പിക്കുക. ഒരു വളവ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും റീലിൽ കണ്ടു വന്നിട്ട് അതേപോലെ വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. റീൽ പോലെ എഡിറ്റൊക്കെ ചെയ്ത് സ്ലോമൊക്കെ കയറ്റി ഓലുകളെ കിടിലാനായിട്ട് റീലൊക്കെ ഇടും. പക്ഷെ അതേ ആ റീല് കണ്ട് ആ ഒരു വൈബിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും. നമുക്ക് നമ്മളൊരു വൈബിന് വരിക, അത്രേ ഉള്ളൂ. റീലൊക്കെ കണ്ടപ്പോൾ സീന് സ്ഥലമാണ് ഇതാണ്. പക്ഷെ ഇത് റീല് കാണുന്നതിനെക്കാട്ടി ഒന്നും കൂടി അടിപൊളിയാണ്. അപ്പം അങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടി മുകളിലോട്ട് കയറിയിട്ട് നോക്കാം. മുകളിലോട്ട് കയറി താഴത്ത് ഫുള്ള് ആൾക്കാർ ബുക്കായി. ആൾക്കാരവിടെ കിടക്കുക പാട്ടൊക്കെ വെച്ചിട്ട് എണീച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞൊരു ഫോട്ടോ എടുക്കാൻ അടക്ക് ബ്രോ എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ അടക്ക് ബ്രോ എന്ന് ഞങ്ങളും പറഞ്ഞു. അതിലൊക്കെ ആൾക്കാരിങ്ങനെ ഇറങ്ങിപ്പോകും താഴത്തേക്ക് മുകളിൽ നിന്ന്. അപ്പം വെയിലിൻ്റെ ചൂട് കൂടുന്നതിനനുസരിച്ച് ആൾക്കാരിങ്ങനെ ഇറങ്ങിപ്പോകും. നമുക്ക് ആ സമയത്ത് മെല്ലെ നൈസ് കയറാം, മുകളിൽ കയറാം. പക്ഷെ മുകളിൽ ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടുമെന്നറിയാം. ഇതിപ്പോൾ കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ സെൻട്രലായിട്ട് അപ്പോൾ ഉള്ള ഒരു വ്യൂ ഉള്ളത്. ശരിക്കും മരം മുറിച്ചാൽ അടിപൊളിയാണ് വീന്. പക്ഷെ മരങ്ങൾ മുറിക്കിയത് നോട്ട് കമ്മിങ് ഇംഗ്ലീഷൊക്കെ സീൻ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാർ. അപ്പം നമുക്ക് നൈസിലിങ്ങനെ ഹിന്ദി പറയുന്നുണ്ട്. എൻ്റെ ഇടയ്ക്ക് പോയി അടി കിട്ടൂലേക്ക് നീ ബെറ്റ്നാന്ന് എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലൊരു സാധനം ഇല്ലാന്ന്. മേരാ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോൺ കൊണ്ടാന്ന് ഞാൻ ട്രാൻസ്പ്ലാൻ ചെയ്തു തരാം. വേറെ എന്തൊക്കെയാണ് പറയുന്ന പറയും. ഓക്കെ, നമുക്ക് സമയമല്ല, നമുക്ക് മുകളിലോട്ട് കയറാം. മുകളിലോട്ട് കയറിയിട്ട് നമുക്ക് നോക്കാം. ഇവിടേക്ക് ഒന്ന് തെറ്റി വീണ് കഴിഞ്ഞാൽ താഴത്തെത്തിപ്പോവും. ഓക്കെ, നമ്മൾ മുകളിൽ കയറിയിട്ട് ബാക്കി നമ്മൾ കയറി വന്ന വഴികളാണ്. കണ്ടോ ആൾക്കാരിങ്ങനെ ഇറങ്ങി താഴത്തേക്ക് പോകുന്നു. ഇങ്ങനെ ഇറങ്ങിയാണ് ഇങ്ങനെ കയറിയാണ് നമ്മൾ വന്നത്. മല കടന്ന്. പക്ഷേ ഈ വഴിക്ക് ആരും കാണുന്നില്ല. നമ്മൾ നൈസില് ഇന്നെ മുകളിലോട്ട് കയറി വെക്കാം. മുകളിൽ അങ്ങനെ ഇപ്പോഴും ഒരാൾ കഴിഞ്ഞൊരു സ്ഥലം കിട്ടി. ഇത്രയും നേരം ഇതിനുള്ളൊക്കെ ആളെ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ടല്ലോ, ആരുണ്ടാവും. ഓക്കെ, മുകളിലെത്തി. നമുക്ക് എവിടെ പോയാലും നമുക്കൊരു സ്ഥലം കിട്ടുന്നില്ല. എടാ ഫുള്ള് ആൾക്കാരുടെ ഓരോ ആൾക്കാർ ഓരോ ടീമിൽ. പക്ഷേ ഓരോ ടീം വന്നിട്ട് ഓരോ പാറ കൈയടക്കി വെച്ചിരിക്കുക. ആകെയുള്ളൊരു ഈ ഒരു പാറ ഇത് നമ്മളും കൈയടക്കി, അത്രേ ഉള്ളൂ. പക്ഷേ ഈ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിപ്പോയാൽ നമുക്കത് ആ പാറയിലെത്താം. ഏത് പാറ എന്ന് പറയുമ്പോൾ ഇതിലേ പോയാൽ താഴത്തേക്ക് കൂടി അതിലെങ്ങനെ ഇറങ്ങിപ്പോയാൽ അവിടെ എത്തിയ സീന് വ്യൂ ആയി കിട്ടും. കാണിച്ചു തരാം. നമ്മളത് അവരെ നിൽക്കുന്ന ആ പാറയിലേക്കാണ് പോകുന്നത്. ആ പാറയെന്നതാ സീന് വ്യൂ ആയിരിക്കും താഴത്തേക്ക്. എടാ താഴത്ത് ഫുള്ളും കോടയാടെ. അതേപോലെ തന്നെ വെയിലിന് ഇവിടെ ചൂടില്ല. എന്താണെന്ന് അറിയാം, രാവിലത്തെ വെയിലായതുകൊണ്ടായിരിക്കണം. പക്ഷേ അതിനനുസരിച്ച് ഇവിടെ വെയിലടിക്കുന്നതിനനുസരിച്ച് ഇവിടെ നല്ല കാറ്റും കിട്ടുന്നുണ്ട്. നമ്മളിവിടെ കുറച്ചേരം ഇരിക്കുക, ഇവിടെയൊക്കെ ഇരിക്കുക. സൺലൈറ്റ്, സൂര്യൻ കർത്താവിത എഴുന്നള്ളുന്നു.
കോട ലേശം മാറിയാൽ കാണാൻ നല്ല വ്യൂ ഉണ്ടാവുമായിരുന്നു. താഴത്ത് ഫുള്ളും കോടയാണ്. നമ്മൾ ശരിക്കും കോടേൻ്റെ മുകളിലാണുള്ളത്. കോട നമുക്ക് കിട്ടുന്നില്ല, കോട താഴത്താണ്. ഓമാൻ, നിങ്ങൾ ഇങ്ങോട്ട് വരാനുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, രണ്ടാമത്തെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നിങ്ങൾ ഈ രണ്ടിൽ നിൽക്കിയത് കയറുക, മുകളോട്ട് കയറുക. ഏറ്റവും ടോപ്പിൽ വന്നിട്ട് കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അതാണ് മുതൽ. പക്ഷെ കുറേ ആൾക്കാരൊക്കെ താഴെ തന്നെ നിന്ന് പോവുക. പക്ഷെ എന്ന് വെച്ചാൽ അത്രയും നടന്ന് കയറാനും ഉണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയാൽ ഇവിടെയാണ് ആരുമില്ല. പിന്നെ ഞാൻ നിങ്ങളോട് പറയാം, താഴത്തൊന്നും നിൽക്കരുത്, മുകളോട്ട് കയറണം. മുകളിൽ നിന്ന് കാണണം വ്യൂ. ഏതൊരു സ്ഥലത്ത് പക്ഷെ ഇപ്പോഴൊക്കെ കോടയാണ്, അതുകൊണ്ട് ഫുള്ളും ക്ലിയർ ആവാത്ത. പക്ഷെ കിടിലെന്ന് പറഞ്ഞാൽ കിടിലേ. ആമസോൺ തന്നെ, മിനി 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 ആമസോൺ കേട്ടാ. കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇവലും കൂടി പോയി കഴിഞ്ഞാൽ ഇവലും കൂടി ഇറങ്ങാനുള്ള പ്ലാനിലാണ്. ഇവലും കൂടി ഇറങ്ങിയാൽ ഇത് നമ്മളെ ഏരിയ. അങ്ങനെ നമ്മൾ നടന്ന് മുകളിലെത്തി. ഞാൻ പറഞ്ഞുതരാം, എപ്പോഴും പറഞ്ഞുതരാം, നിങ്ങൾ കൊണ്ട് വരാനുള്ളവരാണെങ്കിൽ ഫസ്റ്റ് 2 വ്യൂ പോയിന്റ് ഉണ്ടാവും, 2 ചെറിയ പാറകൾ. അവിടെ നിന്ന് പോയത്, അവിടെ നിന്നാൽ കഴിഞ്ഞ്, നിങ്ങളെ ലൈഫ് കഴിഞ്ഞ്. അവിടുന്ന് പിന്നെയും കയറണം. അവിടുന്ന് കയറിയിട്ടുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പൈസ, അതിനാണ് മൊത്തൽ. ഇവിടുന്ന് എന്തൊരു പറയുക, വന്ന് കാണത്തൊക്കെ ഇങ്ങനെ പുഴയോ മനസ്സിലാവില്ല. മഴക്കാലത്തൊക്കെ വന്നാൽ സീനയ്ക്കും. എങ്ങനെ ഇത് ഒഴുകുക നിൽക്കുക മനസ്സിലാവാത്ത. ഫുള്ള് ബെൻഡ്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ചെറിയ വ്യൂ പോയിന്റ്, ചായക്കടേൻ്റെ അടുത്ത്, അവിടെ നിൽക്കരുത്. അതേപോലെ തന്നെ അതിൻ്റെ മുകളോട് കയറി കഴിഞ്ഞാൽ അവിടെയാണ് ആൾക്കാരെ ഫുള്ള് തിരക്ക്. ആൾക്കാർ വന്ന് അവിടെ കൂടുക. അവിടെ നിൽക്കരുത്, അതിൻ്റെ മുകളോട്ട് കയറി ഇങ്ങനെ വരിക. കയറി വന്നാൽ പിന്നെ സ്വർഗം മിനി ഒറിജിനൽ നമ്മൾ ഇതുവരെ കാണിച്ചില്ല, ഒരു മിനിയാണിത്, സാമ്പിൾ. ഇവിടെയാണ് വെയിലും ഇല്ല, ഒന്നുമില്ല. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നോക്കണ്ട, ഞങ്ങൾ ലേശം വെയിലത്താണ്. കുറച്ച് മുന്നേ വരികയാണ്. ഇവിടെയൊക്കെ സ്ഥലം ഉണ്ട് ഇരിക്കാനുള്ള, ഫുള്ള് മരവും കാര്യങ്ങളൊക്കെയാണ്. വെള്ളം കൊണ്ടുവരിക, അതൊക്കെയുള്ളൂ. അപ്പോൾ ഒന്നും പറയാനില്ല, കിടിലൻ പ്ലേസ്. നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലേസ്. ഫാമിലി ആയിട്ടൊക്കെ വരാം. ഫാമിലി ആയിട്ട് വരാം, കപ്പിളായിട്ട് വരാം, സിംഗിളായിട്ട് വരാം. സിംഗിളായിട്ട് വന്നിട്ട് കപ്പിളായിട്ട് പോവാം, പക്ഷേ മിംഗിളായിട്ട് പോവാം. അങ്ങനെയുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കൂടി ഒന്ന് നോക്കാം. അപ്പുറത്തെ സൈഡ് എന്താ സ്ഥിതി നോക്കാം. ഇതൊരു രക്ഷയില്ല, ഇത് മുതലായി, ഞങ്ങൾക്ക് വന്നതിന് മുതലായി. അങ്ങനെ നേരെ 9 മണിയായി. 9 മണി ആയാലും എന്താ പ്രത്യേകത, ആൾക്കാരൊക്കെ ഇറങ്ങാൻ തുടങ്ങും. അങ്ങനെ നമ്മളിവിടെ ഇപ്പോൾ ഫുൾ ഫ്രീ ബേഡാണ്. ഇവിടെ ഇപ്പോൾ ആരുമില്ല. നമുക്ക് ഇതിലങ്ങനെ പോയി നോക്കാം. ഇവിടെ ഒരു മനുഷ്യനെ കാണാത്ത സ്ഥിതിക്ക് നമുക്ക് ഇതിൽ പോയി നോക്കും. മുകളോട്ട് കയറാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ വരാനുള്ളൊരു കാരണമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വഴിയില്ലേ, വഴിയൊന്നും ഉണ്ടാക്കി പോവാട്ടോ. ആൾക്കാരിങ്ങനെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കോട കാണാനോ അല്ലെങ്കിൽ വേറെ എന്തോ കാണാനല്ല. ഇവിടുത്തെ കോട കാണാനല്ല ആൾക്കാർ വരുന്നത്. ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആമസോൺ വ്യൂ പോയിന്റിനാണ് ആൾക്കാർ വരുന്നത്. ഇതെന്തടേ, ഞങ്ങൾ നടന്നു ഒരു വഴിക്ക് തന്നെ എത്തിപ്പോയോ. താഴത്തേക്ക് ഇറങ്ങാം. അതിലെ വഴിയില്ല കായ്സ്, നമുക്ക് ഇവിടെ തന്നെ എത്താൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ ആ ടോപ്പ് വരെ പോയി റിട്ടേൺ വരിക. 10 മണിയായി. അപ്പോൾ അടിപൊളി വന്നു കഴിഞ്ഞാൽ ഇവിടെ അടിപൊളി പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് പോയിട്ട് നാണാമാനം നോക്കിയത് ആൾക്കാരൊക്കെ നടന്നു. നമുക്ക് അതിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കുക. നമ്മളിത് എല്ലാ ദിവസവും വരുന്നൊന്നുമല്ലല്ലോ. അപ്പോൾ വരുമ്പോൾ നമുക്ക് നമ്മളെ ഓർമ്മയ്ക്കായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാം. ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്താൽ സെറ്റ് വ്യൂ ആയിരിക്കും. അപ്പം അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഏകദേശം വെയിലായി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ മുകളിലാണ് വെയിൽ. പക്ഷേ താഴത്തേക്ക് നോക്കിയിട്ട് ഇപ്പോൾ ഒന്നും കാണുന്നില്ല. താഴത്ത് ഫുള്ള് ഇപ്പോഴും കോട തന്നെ.
9:30 9:45 ഇപ്പോഴും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുക. അപ്പോൾ ആൾക്കാർക്കൊരു ക്ഷാമം ഉണ്ടാവില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് വന്നാലും ഇവിടെ വന്നാൽ കുറേ കമ്പനിക്കാരെ കിട്ടും. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് എത്ര കിലോമീറ്റർ പോകാണ്ടെന്നറിയോ? 2 കിലോമീറ്ററോ 2.5 കിലോമീറ്റർ ഒറ്റ താഴത്തേക്ക് ഇറങ്ങും. നമ്മൾ കയറി വന്നതൊക്കെ ഇറങ്ങാനുള്ളതാണ്. അത് ഓർക്കുമ്പോഴൊരു സങ്കടം. പക്ഷെ അതിൻ്റെ പകുതിയിലൊരു കട ഉണ്ട്, നമ്മൾ അവിടെ നിന്ന് ചായ കുടിക്കാം. ഇതിലെ കയറാം. നമ്മൾ വന്നത് ഇതിലാണ്, പക്ഷെ പോകുന്നത് നമുക്ക് ഇതിലിങ്ങനെ കയറിപ്പോ. ഇതിലെ പോയാലും നമ്മൾ താഴത്തെത്തും. അപ്പോൾ നമുക്ക് താഴത്ത് നമുക്ക് ചായക്കടയിലെത്തിയിട്ട് ബാക്കി പറയാം കേട്ടോ. ഓക്കെ. ഞങ്ങൾ രാവിലെ കയറുമ്പോഴേ ഇതിലൊക്കെ വരി നിന്ന് കയറിയതാ, പക്ഷെ ഇപ്പോൾ ഒരാളും ഇല്ല. അപ്പോൾ എന്താണ്, നമ്മൾ ലേശം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ലേശം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തോന്ന് പറയുമല്ലോ, മറന്നുപോയി. പക്ഷേ ലൈഫിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ നമുക്ക് കിട്ടാൻ ലേശം നേരം വൈകും. അപ്പോൾ എത്ര നമുക്ക് ലേശം വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്താൽ നമുക്കിതാ ആരും ഇതാക്കണ്ടേ, നമുക്ക് നമ്മളൊരു ഇതിലിങ്ങനെ പോവാം. എന്ത് ഇതിലാണ് നിങ്ങളെന്നെ ഊഹിച്ചെടുത്തോ. ഓക്കെ. രാവിലെ ഇതിലൊന്നും ഇവിടെ നിന്ന് അടുക്കാൻ പറ്റില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു 9 മണി 10 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷെ ഒരാളും ഇല്ല. ഇതാണ് ഞങ്ങൾ നേരം വൈകി വരാനുള്ളൊരു പ്രത്യേകത. പക്ഷേ ഈ സൺറൈസൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ വരണം. എല്ലാവരും ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൺറൈസിന് വേണ്ടിയിട്ടാണ്. നമുക്ക് സൺറൈസ് നമുക്ക് എന്നും കണ്ടൂടെ. നമുക്ക് വീട്ടിൽ ഒന്നുമില്ല, വീട്ടിൽ എണീച്ച് ഒരു 6 മണിയാകുമ്പോൾ എണീച്ചിട്ട് ടെറസ് പോയി നിന്നാൽ വരെ സൺറൈസ് കാണാം. നമുക്ക് ഒരാളും ഇല്ല ഇവിടെ ഒന്നും. നമ്മളെ ഏരിയയുടെ നമ്മൾ മാത്രമേ ഉള്ളൂ. ചായക്കട പൂട്ടൂലേക്കില്ലേ? ഓ എൻ്റെ മോനെ, എടാ ആരും ഇല്ലടാ. ഇവിടെ ഒന്നും അടുക്കാൻ പറ്റൂലായിരുന്നു. രാവിലെ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ ഓടിച്ച്. പക്ഷേ ഇവിടെ നമ്മളെ രാജാവ്, നമ്മളെ ഭരണാനി, നമുക്ക് ഇവിടെ ഒന്നും ഇപ്പോൾ അടുക്കാൻ പറ്റൂല. എല്ലാം വെയിലും കൊണ്ട് ഓടിയും തോന്നുന്നു. പക്ഷെ വെയിൽ വന്നാലും ഇപ്പോൾ താഴത്തെ കാണാനുള്ളൊരു അടിപൊളിയാവും. താഴത്തുണ്ടില്ലേ? പക്ഷെ ഇപ്പോഴും കോടയാണ്. കോട നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ ഒന്നും രാവിലെ അടുക്കാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ നിൽക്കുക. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ നേരത്തെ വന്നോ, പക്ഷെ നിങ്ങൾ ഇറങ്ങുമ്പോൾ നേരത്തെ ഇറങ്ങി പോകരുത്. വെയിലടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ചാടിത്തുള്ളി പോയി കഴിഞ്ഞാൽ നിങ്ങൾ മിക്സ് ചെയ്യും. നിങ്ങൾ വന്ന സ്ഥിതിക്ക് എന്താ ഒരു 10 മണി വരെയൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ നടക്കേണ്ടുള്ളൂ കൂടി. വ്ളോഗ് എടുക്കുന്നവർക്ക് വ്ളോഗ് എടുക്കുക, ആരും സ്വീപ്പാക്കില്ല. അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങാം. ഓക്കെ, നമ്മളങ്ങനെ എവിടെയൊന്ന് എത്തിയിട്ടുണ്ട്. ഒരു ലാൻഡിങ് പോയിന്റിലെത്തി. വരുന്നൊരു വെള്ളം സാധനങ്ങളൊക്കെ കൈ പിടിച്ചോ. ഞങ്ങളെപ്പോഴും മറന്നു പോകുന്നൊരു കേസ് കേട്ടാണ് വെള്ളം. ആവേശത്തിൽ വെള്ളം ഒന്നും എടുക്കാണ്ട് ചാടിത്തുള്ളി വരും. ഇവിടെ വന്നിട്ട് കിടന്ന് ഒരു കോറി ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഈ മല ഉണ്ടാവില്ല. ഓർത്ത് വെച്ചോ, മല തീർന്നു പോയി. ഒരു കഷ്ണം ഇങ്ങനെ തീർന്നുകൊണ്ട് നിൽക്കുകയാണ്. ആ മല ഫുള്ളും തീരും ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ. നമ്മുടെ ഏരിയ ആരുമില്ല. ഇങ്ങനെയാണ് വേണ്ടി ശരിക്കും ഓരോ ടൂറിസ്റ്റ് പ്ലേസും ഇങ്ങനെയാണ്. എന്തൊരു സുഖമെന്ന് ആലോചിക്ക്. നമ്മൾ വരുന്നവർ മാത്രം കിട്ടില്ല. ഇവിടെ ഈ സമയത്ത് ആയണ്ട കേട്ടോ. പക്ഷേ സമയത്ത് വലിയ വെയിലൊന്നും ഇല്ല, എന്നാലും ഇവലൊക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിലും സമയത്ത് വന്നോ. സമയത്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളി നമ്മൾ ഫോട്ടോസ് എടുക്കുക. ആൾക്കാരെ തിരക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത്രയ്ക്കും തിരക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവിടെ എന്താണ് ഇത്രയ്ക്കും ഒരു തിരക്കുണ്ടാവുന്നേ, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വല്ലാത്ത ആളായിപ്പോൾ. ചിലപ്പോൾ ഒന്ന് സൺഡേ ആണ്ടായിരിക്കും കേട്ടോ. സൺഡേ ആണ്ടായിരിക്കും എല്ലാവരും വന്നിട്ടുണ്ടാവുക. ഇതിൽ കുറച്ച് താഴത്തേക്ക് ഇറങ്ങിപ്പോയാൽ കുറച്ച് കാണാനുണ്ട്. അത് കേട്ട് പോകണ്ട. അതിലോട്ട് ഇറങ്ങിപ്പോയാൽ നമ്മളെ വലിയ കാണാനൊന്നുമില്ല ഗൈസ്. നമുക്ക് ഇപ്പോൾ എങ്ങനെയായാലും ചായ കുടിക്കണം, അതിനാണ് നമ്മൾ ഓടുന്നത്. പക്ഷെ ഞങ്ങൾ ഫുള്ള് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ചായക്കടയിലെത്തി. ഇത് ഫസ്റ്റത്തെ, ഇതിൻ്റെ താഴത്ത് വേറെ ഒന്നും കൂടെ ഉണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് വ്യൂ പോയിൻ്റാണിത്.
ഇവിടെ നിങ്ങൾക്ക് വരാം, ചായയൊക്കെ കൊണ്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് കുടിക്കുക. പക്ഷേ ഇതൊന്ന് കണ്ട് നിങ്ങൾ വീണു പോയത്, ഇത് കണ്ടിട്ട് നിങ്ങൾ താഴത്തേക്ക് ഇറങ്ങിപ്പോയത്. ഇതിൻ്റെ മുകളിൽ വേറെ ഒന്നുണ്ട്. ഇതൊരു 20%, അതും ഒരു 20%. ബാക്കിയുള്ള 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പാണ്. ടോപ്പിൽ പോയി നിന്ന് കാണുന്നതിൻ്റെ ഒരു ഇത് അതൊന്ന് വേറെ തന്നെയാണ്. നിങ്ങൾ ഇത് കണ്ടിട്ട് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് തിരിച്ചു പോയത്. തിരിച്ചു പോയാൽ നഷ്ടമായി, തീർന്നവിടെ. നമ്മളിവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ബൂസ്റ്റായിട്ട് കയറുക മുകളോട്ട്. ഒരു വെള്ളം വാങ്ങിയിട്ട്, വെള്ളക്കുപ്പി വാങ്ങിയിട്ട് മുകളോട്ടായിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ഓരോ നിമിഷങ്ങളും നമുക്ക് ലൈഫിൽ മറക്കാൻ പറ്റാതായിരിക്കും. ഇത്രയ്ക്കൊക്കെ പറയണമെന്നുണ്ടോ ഈ ചെറിയ സ്ഥലത്ത് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ദീപാർന്നൊരു സ്ഥലമാണ് ഇത്. നമ്മൾ വിചാരിച്ച പോലെയല്ല, നല്ല അടിപൊളി സ്ഥലമാണ്. എങ്ങനെ പുഴ എങ്ങനെ ഒഴുകുന്നത് എനിക്കിതുവരെ മനസ്സിലായില്ല. പക്ഷേ വെള്ളം കൂടിയാൽ എന്തായിരിക്കും സ്ഥിതി? പക്ഷെ വെള്ളം കൂടി എന്തൊക്കെയും സ്ഥിതി? പുഴയിലൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാൽ എതിലൊഴുകുക, ഫുള്ള് കവിഞ്ഞൊഴുകൂല ഇത്. മഴക്കാലത്ത് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇങ്ങോട്ട് വരണം ഗൈസ്. പക്ഷെ മഴക്കാലത്തൊന്നും അവിടെ സീൻ അവിടെ കയറാൻ പറ്റില്ല, ഫുള്ള് അടിച്ച് കുത്തി പോകും. പക്ഷേ നൈസ് പ്ലേസാണ്. നമ്മൾ അവിടുന്ന് ഒരു നാരങ്ങ വെള്ളം അടിക്കാൻ പോവുക, ഉപ്പിട്ട നാരങ്ങ വെള്ളം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് തന്നെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്, പുറകെ വരും. വെയിറ്റ് ആൻഡ് സീ. നമ്മൾ നല്ല സോഡാ സർബത്തൊക്കെ കുടിച്ച് വെള്ളം വാങ്ങി താഴത്തേക്ക് പോവാണ്. കയ്യിലും തള്ളി ഇതോ വിങ്കോവും വാങ്ങിയിട്ടുണ്ട്. ഇവിടെ പിന്നെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട്. രാവിലെ തന്നെ ഇങ്ങനെ ഉപ്പിലിട്ട തിന്നാന്ന് വെച്ചിട്ടാ ഇത് വാങ്ങേണ്ടത്. മാങ്ങയൊക്കെയാണ് കേട്ടോ അല്ലേ. അപ്പോൾ നമ്മൾ താഴത്ത് വണ്ടീൻ്റെ അടുത്തെത്തിയിട്ട് നമ്മൾ കാണാം. അങ്ങനെ നമ്മൾ നടന്ന് വണ്ടി വെച്ചോടത്തെത്തി. ഇനി നമ്മൾ വണ്ടിയിൽ കയറിയിട്ടാണ് അടുത്ത പരിപാടി. വണ്ടി കാണില്ല, വണ്ടി വെച്ചെടുത്തെത്തി. ഇനി നമുക്ക് വണ്ടിയിൽ യാത്ര. അങ്ങനെ ഞങ്ങളും ഇറങ്ങി വരുമ്പോൾ 2 മക്കളും കയറ്റിച്ചക്ക വെറുതെ തരില്ല, പൈസ കൊടുത്താൽ കിട്ടും 10 രൂപ. ഓല് വേണോ ചോദിച്ചിങ്ങനെ കുറേ കൂടിയപ്പോൾ മക്കൾ ബിസിനസ്മാൻ ആയാലും ഇനിയിപ്പോൾ ഫസ്റ്റ് കച്ചവടം ഞാനാന്ന് തോന്നുന്നു. ഇന്ന് കച്ചവടം പൊടിക്കുമല്ല. അതേപോലെ തന്നെ നമ്മൾ മാപ്പ് ഇട്ട് വരുമ്പോൾ ഈ റോഡാണ് കാണിക്കുക. മറ്റേ ആമസോൺ സ്പോട്ടിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ വഴിയാണ് കാണിക്കുക. പക്ഷെ ആ വഴിക്ക് പോയത് ഈ വഴിക്കാണ് പോകേണ്ടത്. അവിടെ ബോർഡ് ചെയ്ത് വെച്ചിട്ട് 2 കച്ചത്തിൽ ഈ റോഡ് നേരായിട്ട് കയറി പോയാൽ മതി, സ്ഥലത്തി. ഇതിലേ പോയി കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങും. അല്ല നമ്മൾ വരികയാണ്, ഒരു എല്ലാവരും ഇതിലേ വരിക. ഇടവണ്ണ ഒരു ഇതാണ്. ഇതിൽ വന്നിട്ട് നേരെ മറ്റേ റോഡ് കയറിയാൽ നേരെ പോയാൽ ഏതോ കാട്ടിലേക്ക് എത്തുന്നു.